ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ടു ഗ്ലോ അപ്പ് എന്നാണ്. അതായത് നമ്മുടെ ശരീരം, നമ്മുടെ മുടി, നമ്മുടെ എന്താ പറയുക സ്കിന്ന് നമുക്ക് എങ്ങനെ നല്ല ബെറ്റർ ആയിട്ട് വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ പറയേണ്ടത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കിന്നിനെ കുറിച്ച്, നമ്മുടെ സ്കിന്ന് ഗ്ലോ ആക്കി വെക്കേണ്ട കുറച്ച് ടിപ്സും ചെറിയ ചെറിയ റൂട്ടീൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ നമ്മുടെ ബോഡി നമുക്ക് എങ്ങനെ നല്ല ഷേപ്പായിട്ട് നല്ല സ്ലിം ആയിട്ട് വയ്ക്കാം. നമ്മൾ എന്താ പറയുക, നല്ല വെയിറ്റ് കൂടിയാണ്ട് ഒരിക്കലും നമ്മുടെ ശരീരം ഒരു ഹെൽത്തി ശരീരം എല്ലാന്നും പറയാൻ പറ്റില്ല. നല്ല വെയിറ്റ് ലോസ് ആയവർക്ക് ഒരിക്കലും ഹെൽത്തി ശരീരം എല്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഹെൽത്തി ഉള്ള ശരീരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയ ശരീരം. ചിലർക്ക് ഒരു 80-90 കിലോ ഉണ്ടാവും, പക്ഷെ അവർ ഭയങ്കര കംഫർട്ടായിരിക്കും. നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നമ്മുടെ വെയിറ്റും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹെൽത്തി ശരീരം തന്നെയാണ്. പക്ഷേ ഒരു 100-120 ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെൽത്തി അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതിനനുസരിച്ച് ഹൈറ്റും പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ശരീരം തന്നെയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ശരീരം നല്ല വെയിറ്റ് കൂടുന്നതുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് കാല് കടച്ചിൽ, പിന്നെ എന്താ പറയുക, നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ കിതപ്പ്, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശരീരം ഹെൽത്തി അല്ല എന്ന് പറയാൻ പറ്റണത്. കുറേ പേരുണ്ട് നല്ല കുറച്ച് വെയിറ്റ് കൂടിയവരാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ആരോഗ്യമായിരിക്കും. അവരുടെ ശരീരം കൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല, അവർ ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമില്ല. നമ്മുടെ വെയിറ്റ് ഉള്ളതിന് കുറച്ച് കൂടുതൽ നമ്മൾ കുറയ്ക്കാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് എത്രയാണോ അതന്നെ, നമ്മുടെ ഹൈറ്റിനൊത്ത് വെയിറ്റ് ആണോ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ശരീരം വേണമെന്നുള്ളത്. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡെയിലി റൊട്ടീൻസ് തന്നെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഡെലിവറി ടൈമിൽ, കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ വെറും 45 ആയിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡെലിവറി ടൈമിൽ ഞാനൊരു 85-90 സംതിങ് ഞാൻ വെയിറ്റ് ചെയ്തത്. അത് ഒരു പ്രഗ്നൻസിയുടെ ആണ്. പക്ഷെ കൂടാതെ എനിക്ക് കുറച്ചധികം വെയിറ്റ് ഉണ്ടായിരുന്നു. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാത്രമല്ല വയറൊക്കെ ചാടി അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അതിന് ഞാൻ ഭയങ്കര കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ തന്നെ ഡെലിവറി കഴിഞ്ഞ് ഉണ്ണിക്ക് ഫീഡൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് വെയിറ്റ് കുറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇനിയിപ്പോൾ വണ്ണം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് വയറത്തെ ഫാറ്റൊക്കെ പോയിട്ട് വയറ് കുറച്ച് കുറയണം എന്ന് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഉണ്ട്. അതായത് ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തിൽ ഒരു 4 കിലോ ഇപ്പോൾ കുറയണതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരാഴ്ചക്കുള്ള ഒരു 5 കിലോ ഒക്കെ കുറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസേ അല്ല. നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു സ്ഥിരത ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറച്ച് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ആവുമ്പോൾ നമുക്ക് വീണ്ടും 5 കിലോ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു ഹെൽത്തി വെയിറ്റ് ലോസേ അല്ല. നമ്മുടെ ശരീരം എന്താ പറയുക, അനുയോജ്യമായ രീതിയിലുള്ള വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നമ്മളൊരു അരമണിക്കൂർ നടക്കുകയും, അല്ലെങ്കിൽ അത് വെയിറ്റ് ലോസിന് മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാ അന്നത്തെ ദിവസം ഭയങ്കര എനർജി കഴിക്കാനും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോഴും എക്സസൈസ് നല്ലതാണ്. ജസ്റ്റ് അരമണിക്കൂർ നടക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ എക്സസൈസ് തുടങ്ങാം. നന്നായിട്ട് അറിയാത്തവർക്ക് അങ്ങനെ ചെറുതായിട്ടൊക്കെ തുടങ്ങാം. അതായത് ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ രാവിലെ ജസ്റ്റ് ഒന്ന് ഒരു 1 മീറ്റർ മുറ്റത്ത് കൂടെ തന്നെ അങ്ങനെ നടന്നാൽ തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഭക്ഷണം എന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയുന്ന ഒരു സംഭവമാണ് ഷുഗർ എന്നുള്ളത്. അത് നമുക്ക് ചേഞ്ച് മനസ്സിലാവും. 1 മാസത്തോളം ഷുഗറേ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോലും നമുക്കൊരു നിസ്സാരമായിട്ട് നമുക്കൊരു 4 കിലോയൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. ചായ കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഒട്ടും കഴിക്കാതിരിക്കുക. അപ്പം തന്നെ നമുക്ക് വെയിറ്റ് കുറയും. പിന്നെ നമ്മൾ പ്രോട്ടീനായിട്ട്, അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും നിറയെ ചിക്കൻ കഴിച്ചാൽ ഈ ഫിഷൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെയിറ്റ് കൂടും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ വെറുതെയാണ്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ചെറിയൊരു ബോളിൽ ചോറും ഫിഷും പിന്നെ നമുക്ക് കറികളൊക്കെ ഇലക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ ചോറ് ഭയങ്കര കുറച്ച് കഴിച്ചിട്ട് കറികളൊക്കെ കുറച്ച് കൂടുതൽ എടുത്ത് കഴിക്കുക കേട്ടോ. ഉപ്പേരി അങ്ങനത്തെ കറികളൊക്കെ കൂടുതൽ, ചോറ് ഉപ്പേരി ആക്കിയിട്ട് ഉപ്പേരി ചോറാക്കിയിട്ട് അങ്ങനെ ഒരു ഇതിൽ കഴിച്ചാൽ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കട്ടെ. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ 21 ഡേയ്സ് നോക്കിയാൽ മതിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇത് എന്താ പറയുക, ചെറിയ സംഭവം ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ നടന്നിട്ടൊന്നുമില്ല കേട്ടോ, എനിക്ക് നടക്കത്ര ഇഷ്ടമുള്ള ആളൊന്നുമില്ല. ഞാനിങ്ങനെ ഫുഡ് കുറച്ചിട്ടൊക്കെയാണ് എൻ്റെ വെയിറ്റ് കുറച്ച് കിട്ടും. പിന്നെ ഞാൻ ഒരു നേരം കുറച്ച് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പിന്നെ നേരം ഞാൻ കുറച്ച് കഴിക്കുക. ഇന്ന് നിറയെ ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കുറച്ച് കുറയ്ക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കൂടുതൽ ഒഴിവാക്കുക. പിന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടത് ഒരു 5 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചാൽ നമുക്ക് വെയിറ്റ് ലോസും ഹെയർ ഗ്രോത്തിനും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ പിന്നെന്താ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഇത്തിരി കാര്യങ്ങളുള്ളൂ. ഈ 4 എന്താ സ്റ്റെപ്പ് നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഒരു മാസം ഒരു 4 കിലോ എന്നൊക്കെ വെച്ച് നമുക്ക് വരയ്ക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ടിപ്സാണ്. നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസോട് കൂടിയിരിക്കുക. നമ്മൾ വെയിറ്റ് കുറഞ്ഞോട്ട് വെയിറ്റ് കൂടിയവരാവട്ടെ നമ്മൾ നമ്മുടെ ശരീരത്തോട് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുക. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് ചെയ്യാൻ നോക്കുക. നന്നായി ചെയ്യാറിയണവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെറുതായിട്ട് ഒന്ന് നടക്കുക, അങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്യുക. പിന്നെ ഷുഗർ, പഞ്ചസാര നമ്മുടെ എന്താ പറയുക ഒഴിവാക്കുക. കംപ്ലീറ്റ്ലി പഞ്ചസാര ഫുൾ ഒഴിവാക്കുക. 5 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ചോറൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ട് കുറച്ചും കൂടിയും വെജിറ്റബിൾസ്, പച്ചക്കറി, കുറച്ച് പ്രോട്ടീൻസ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ച്.